الحمد لله ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا رسول الله اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم ومن يتق الله يجعل له من أمره يسرا സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷിതാവും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. വീണ്ടും ഒരു ജുമാ ദിവസം അതിൻ്റെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് വന്നു പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രക്ഷയും സമാധാനവുമാണ്. ഇസ്ലാമിൻ്റെ അഭിവാദ്യം, അതിൻ്റെ സന്ദേശം അസ്സലാമു അലൈക്കും എന്നതാണ്. താങ്കൾക്ക് എല്ലാ വിധത്തിലുള്ള രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇസ്ലാം വിശ്വസിക്കുന്ന ഏകനായ സർവശക്തനായ സൃഷ്ടാവിൻ്റെ നാമങ്ങളിലൊന്നാണ് അസ്സലാം. മാത്രമല്ല വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അള്ളാഹുവിൻ്റെ ജീവിത സന്ദേശമായി മനുഷ്യന് നൽകിയിട്ടുള്ള ഇസ്ലാം. ആ ഇസ്ലാം ക്ഷണിക്കുന്നത് ദാറുസ്സലാമിലേക്കാണ്, രക്ഷയുടെ സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്കാണ്. അതാണ് സ്വർഗം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ മനുഷ്യൻ സ്വതന്ത്രനാണ്. അവന് സ്വന്തമായ വിചാരങ്ങൾ, വികാരങ്ങൾ, തീരുമാനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവൻ വിചാരിച്ചതുപോലെ ചെയ്യാൻ സാധിക്കും. അതിനുള്ള കഴിവും അറിവും സ്വാതന്ത്ര്യവും എല്ലാം പരീക്ഷണമായി സൃഷ്ടാവായ നാഥൻ നൽകിയിട്ടുണ്ട്. എന്നാൽ വളരെ പ്രയാസകരമായ അനുഭവങ്ങൾ, വളരെ സങ്കടകരമായ വാർത്തകൾ, വിശേഷങ്ങൾ എന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ സംസാരത്തിൻ്റെയും സമീപനത്തിൻ്റെയും സമ്പർക്കങ്ങളുടെയും മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അത് തിന്മകളായി സമാധാനം നഷ്ടപ്പെടുത്തുന്ന, സ്വസ്ഥത ഇല്ലാതെയാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളമായി കാണുകയാണ്, കേൾക്കുകയാണ്. നമ്മളൊന്ന് ഖുതുബയിലൂടെ നൽകുന്ന ഉപദേശത്തിൽ തതറുഫിനെ കുറിച്ചാണ് പറയുന്നത്. തതറുഫ് എന്നത് അറബി വാക്ക്. തറഫ് എന്ന് പറഞ്ഞാൽ ഒരു അറ്റം എന്നാണ്. അറ്റത്ത് പോയി നിൽക്കുക, അല്ലെങ്കിൽ അങ്ങേ അറ്റത്തേക്ക് അമിതമായ നിലപാടുമായി പോവുക എന്ന ആശയമാണ് അതിനുള്ളത്. തതറുഫ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങളെ ഒരു മധ്യമ സമൂഹമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്, വിശേഷിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഉള്ള സാക്ഷികളായി, എല്ലാ നന്മയുടെയും ജീവിക്കുന്ന ഉദാഹരണങ്ങളായി, മാതൃകകളായി തീരാൻ. ഉമ്മത്തൻ വസത്ത. ഒരിക്കലും അത് ഒരറ്റത്തേക്ക്, അതിരുവിട്ട അവസ്ഥയിലേക്ക് എത്തിക്കൂടാ. മധ്യമ നിലപാടാണ് ഇസ്ലാമിൻ്റെത്. അതുകൊണ്ട് തന്നെ സംസാരത്തിലും പ്രവർത്തനങ്ങളിലും തീരുമാനങ്ങളിലും ഏർപ്പാടുകളിലും നടപടികളിലൊക്കെ സംയമനത്തിൻ്റെ, സമാധാനത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. അതിനുള്ള ഒരു നിർബന്ധം ഉണ്ടാവേണ്ടതാണ്. അത് നഷ്ടപ്പെടുമ്പോൾ പല രീതിയിലുള്ള ശിഥിലമായ ചിന്തകൾ, പല രീതിയിലുള്ള കൂട്ടത്തിൽ കൂടാത്ത, ഒരുമിച്ചു നിൽക്കാത്ത ഒരു അച്ചടക്കത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ശീലത്തിലേക്ക്
അതിന് സമ്മതിക്കാത്ത, കൂട്ടാക്കാത്ത, തെറിച്ചു പോകുന്ന, മാറി നിൽക്കുന്ന പല രീതിയിലുള്ള ശിഥിലമായ ചിന്തകൾ പലയിടത്തു നിന്നും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു പക്ഷേ പുതിയതോ ഒരു പക്ഷേ വിപ്ലവമാണ് എന്ന് തോന്നുന്നതോ ആയ പല രീതിയിലുള്ള നീക്കങ്ങൾ, അതിനെയൊക്കെ സ്വീകരിക്കുക, അതിനെയൊക്കെ പിൻപറ്റുക, അനുകരിക്കുക. വസ്തുത എന്താണ് എന്നറിയാതെ കേട്ട പാതി കേൾക്കാത്ത പാതി, അങ്ങനെ തീവ്രവാദത്തിന്റെ പരിധി വിട്ടു പോകുന്ന, യാതൊരു സംയമനവുമില്ലാത്ത രീതിയിലുള്ള സമീപനങ്ങളിലേക്ക് എത്തിപ്പോകുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. ഇന്നത്തെ മാറിയ ചുറ്റുപാടിൽ എല്ലാ കാര്യങ്ങളും കൈത്തുമ്പിൽ ലഭ്യമാകുന്ന ഒരു സാങ്കേതികമായ സൗകര്യമുണ്ട്. അത് പലതും വസ്തുത എന്താണ് എന്നറിയാതെ കിട്ടുന്നതെല്ലാം സ്വീകരിക്കുകയും അതിനെ അനുകരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവമായി ഉണർത്തിയ ഒരു സംഗതി, അലാ ഹലക്കൽ മുതനത്തിഊൻ, അലാ ഹലക്കൽ മുതനത്തിഊൻ, 3 വട്ടം അത് ആവർത്തിക്കേണ്ടായി. അറിയുക, വിഘടനവാദികൾ, ഛിദ്രത ആഗ്രഹിക്കുന്നവർ, കൂട്ടത്തിൽ കൂടാത്തവർ, ഒരുമിച്ച് നിൽക്കാത്തവർ, അതിനുള്ള സംയമനത്തിന്റെ മനസ്സില്ലാത്തവർ, പിളർപ്പുകളും എതിർപ്പുകളും ഉണ്ടാക്കുന്നവർ, അവർ തകർന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവമായി ഉണർത്തുകയുണ്ട്. എത്രത്തോളം? മറ്റൊരു വചനത്തിൽ, എന്റെ കാലശേഷം സയകൂനു ബഅദി മിൻ ഉമ്മത്തി ഖൗമുൻ യഖറഊനൽ ഖുർആൻ ലാ യുജാവിസു ഹുലൂഖ്, എന്റെ കാലശേഷം എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ഉണ്ടാകും, അവർ ഖുർആൻ പാരായണം ചെയ്യും. അതാണല്ലോ ഏറ്റവും വലിയൊരു അടയാളം ഇസ്ലാമിന്റെ, സത്യവിശ്വാസികളുടെ. ഖുർആൻ സ്വീകരിക്കുന്നു, എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുന്നു, പക്ഷേ ഖുർആൻ തൊണ്ടക്കുഴിയിൽ നിന്ന് അകത്തേക്ക് താഴോട്ട് പോകുന്നില്ല. അതിന്റെ വെറും ഉച്ചാരണങ്ങൾ മാത്രം, അതിന്റെ അർത്ഥങ്ങൾ അറിയുന്നില്ല, ആശയങ്ങളിലേക്ക് എത്തുന്നില്ല, ജീവിതത്തിൽ അത് പകർത്തുന്നില്ല. അങ്ങനെ ഒരു കൂട്ടർ പിൽക്കാലത്ത് വരുന്നുണ്ടാവും. എന്നിട്ടോ യംറഖൂന മിനദ്ദീനി കമാ യംറഖു സഹമു മിനർ റമിയ്യ, അമ്പും വില്ലുമുണ്ടല്ലോ, വില്ലിൽ നിന്നും തൊടുത്തുവിട്ടാൽ തെറിച്ചു പോകുന്ന അമ്പ് പോലെ ദീനിൽ നിന്നും അവർ പുറത്തു പോകും. പിന്നെയോ സുമ്മ ലാ യഊദൂന ഫീഹി, പിന്നീട് ഒരിക്കലും ആ ദൂരത്തേക്ക് തൊടുത്തുവിട്ട അമ്പ് വില്ലിലേക്ക് മടങ്ങി വരുന്നില്ല. ഇതുപോലെ ദീനിൽ നിന്ന് പുറത്തു പോകുന്നു. പിന്നീട് ദീനിലേക്ക് എത്താത്ത രീതിയിൽ പല രീതിയിലുള്ള ചിന്തകള്, സന്ദേശങ്ങള്, വാക്കുകള്, നീക്കങ്ങള്, ഇതെല്ലാം മനുഷ്യന് സമാധാനത്തിന്റെ, ഇസ്ലാമിന്റെ മധ്യമ നിലപാടിൽ നിന്ന് ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരു സ്ഥാപനത്തിൽ, ഒരു രാജ്യത്ത്, രാഷ്ട്രത്തിൽ ഒക്കെ സമാധാനപൂർണമായ അന്തരീക്ഷം സംജാതമാവണമെങ്കിൽ അവിടെ കൂടെ നിൽക്കുകയും അച്ചടക്കത്തിന്റെയും അനുസരണത്തിന്റെയും ഉന്നതമായ സ്വഭാവം കാണിക്കുകയും നിയമങ്ങളെ പാലിക്കുകയും അനുസരിക്കുകയും ഒക്കെ വേണം. തെറിച്ചു നിൽക്കുന്ന അവസ്ഥ, അങ്ങനെ ദുർബലമായ വികലമായ സ്വതന്ത്ര ചിന്ത, എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാത്തിനും കഴിയും എന്ന് പറഞ്ഞു ഓരോരോ ചിന്തകളുടെ പിന്നാലെ പോകുന്ന അവസ്ഥ, അതിന് സിന്ദാബാദ് വിളിക്കുന്ന നിലപാട്, ആ കാഴ്ചപ്പാട് അത് വളരെ ഗൗരവമായി കാണേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇങ്ങനെ ദീനിൽ നിന്ന് വിട്ടുപോകുന്ന, വിപ്ലവമായോ മറ്റെന്തെങ്കിലും പരിഷ്കാരമായോ എന്തെങ്കിലും പേരിൽ പല രീതിയിലുള്ള അനർത്ഥമായ താൽക്കാലികമായ ചിന്തകളോ സന്ദേശങ്ങളോ അതിന്റെ പിന്നാലെ കൗതുകം പൂണ്ടു പോകുന്നവർ, യഥാർത്ഥത്തിൽ അവര് വിശുദ്ധ ഖുർആനിൽ ഗൗരവമായി സൂചിപ്പിച്ചിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ് എന്നാണ് പറയുന്നത്. അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അല്ലാഹുമായി ചെയ്തിട്ടുള്ള കരാറിനെ ലംഘിക്കുകയാണ് അവർ ചെയ്യുന്നത്. പിന്നെയോ വയഖ്തഊന മാ അമറല്ലാഹു ബി അൻ യൂസല, കൂടി നിൽക്കണം, ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അതിനെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. കുടുംബ ബന്ധം ചേർക്കണം, സാമൂഹിക ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ,
അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ, ഉന്നത നിലവാരങ്ങളിലുള്ള നിയമജ്ഞന്മാർ, അധികാരികൾ, താഴെയുള്ളവർ, ഇവരൊക്കെ തമ്മിലുള്ള പരസ്പരമുള്ള ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത ബന്ധങ്ങളുണ്ട്, ഉണ്ടാവണം. അതിനെയൊക്കെ ലംഘിക്കുന്നവരാണ് അവർ. വയുഫ്സിദൂന ഫിൽ അർളി ഉലൈക ഹുമുൽ ഖാസിറൂൻ. അവർ കുഴപ്പമാണ് ഭൂമിയിൽ ഉണ്ടാക്കുന്നത്, നഷ്ടമാണ് അവർ വരുത്തുന്നത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനം. ആ വചനത്തിൽ സൂചിപ്പിച്ചത് ഇവരെ പറ്റിയാണ് എന്ന് മഹാനായ സഹാബി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ശൈ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഉണർത്തുകയാണ്, വിഘടനവാദങ്ങൾ, അത്തരം ചിന്തകൾ അങ്ങനെ ശിഥിലമാക്കി കളയുന്ന വിഭാഗങ്ങൾ, ലസ്ത മിൻഹും, ഒരിക്കലും നീ അവരിൽ പെട്ടവനല്ല, അവരിൽ നീ ഉണ്ടാവാൻ പാടില്ല. ഗൗരവമായി വിശുദ്ധ ഖുർആൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അക്കാര്യം ഉണർത്തുന്നുണ്ട്. ഒരുപാട് വചനങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വിഷയം പരിഷ്കാരത്തിന്റെയും പുരോഗതിയുടെയും അതുപോലെ തന്നെ ആധുനികത എന്ന് അവകാശപ്പെടുന്ന രീതിയിലുള്ള ചിന്തകളുടെയും ഒക്കെ പലതിന്റെയും ഏതെങ്കിലും ഭാഗങ്ങൾ കടമെടുത്തിട്ടോ പകർത്തിയെടുത്തിട്ടോ അനുകരിച്ചിട്ടോ പുതിയ പുതിയ നിലപാടുകളും പുതിയ ചലനങ്ങളുമായിട്ട്, പുതിയ വിപ്ലവങ്ങളുമായിട്ട് നീങ്ങുന്ന അവസ്ഥ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഒക്കെ കൂടുതലും അതിൽ പെട്ടുപോകുന്നുണ്ട്. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വളരെ ലളിതമായൊരു വചനം, ഫഇന്നമാ യഅകുലു الذئبു മിനൽ ഗനമി അൽ ഖാസിയ. ആട്ടിൻപറ്റത്തെ മേച്ചു കൊണ്ടുപോകുമ്പോൾ കൂട്ടത്തോടെ പോകുന്നതിനെയല്ല, വേറിട്ട് നിൽക്കുന്ന ഒറ്റപ്പെട്ട ആട്ടിൻകുട്ടിയെയാണ് ചെന്നായ പിടിക്കുക. അതുകൊണ്ട് ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത്, അത് സമാധാനത്തിന്റെ, രക്ഷയുടെ, സ്വസ്ഥതയുടെ, സംയമനത്തിന്റെ, ക്ഷമയുടെ എല്ലാം പുണ്യമായി കാണുകയും അതിനുവേണ്ടി കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാടാണ് ഇസ്ലാമിൻ്റെത്. അതിൽ നിന്ന് വിഘടിച്ചു പോകുന്ന, അതിൽ നിന്നും വേറിട്ട് പോകുന്ന അവസ്ഥ പിശാച് ചെന്നായ ആട്ടിൻകുട്ടിയെ എന്നതുപോലെ പിശാച് അവനെ സ്വന്തമാക്കി കളയും. പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ, തൊടുത്തുവിട്ട അമ്പ് വില്ലിലേക്ക് വരാത്തതുപോലെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നാശത്തിലേക്ക്, നഷ്ടത്തിലേക്ക്, നരകത്തിലേക്ക് എത്തിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സമാധാനപൂർണമായ രക്ഷയുടെ സന്ദേശം ഉൾക്കൊണ്ട് സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവർക്ക് തന്നെയും അതിന്റെ മാതൃക കാണിക്കുവാനും അതിന്റെ വാഹകരായി നിലകൊള്ളുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനും ഇൽമും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسوله الأمين والعاقبة للمتقين عباد الله أوصيكم ثانيا وإياي بتقوى الله. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി എല്ലാതരം തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. പല രീതിയിലുള്ള പുതുമകളുമായി രംഗത്ത് വരുന്ന പലരുമുണ്ട്. അതിന് പല നിറങ്ങളും പല വർണ്ണങ്ങളും പല ആകർഷണങ്ങളും ഉണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ വസ്തുതാപരമായി യഥാർത്ഥമായി അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നത് സമാധാനത്തിന്റെയും ആത്യന്തികമായ രക്ഷയുടെയും യാതൊരു സന്ദേശവുമല്ല. മറിച്ച് എന്തോ വിപ്ലവം എന്ന പേരിലോ മറ്റെന്തെങ്കിലും കൗതുകത്തിന്റെ പുതുമയുള്ള പരിഷ്കാരത്തിന്റെ പേരിലോ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത രീതിയിലുള്ള ശീലങ്ങളെ അനുകരിച്ചു പോരുകയാണ്. അത് പലപ്പോഴും പതിവായുള്ളൊരു നേതൃത്വത്തിനെതിരിൽ മടുപ്പും മുഷിപ്പും പറഞ്ഞുകൊണ്ട് അതിനെതിരിലുള്ള നീക്കങ്ങൾ തുടങ്ങും. രാഷ്ട്രത്തിന്റെ സാമൂഹികമായ ഭദ്രതയും രക്ഷയും സമാധാനവും അതിനെതിരിൽ നേതൃത്വത്തിലുള്ള ഭരണാധികാരികൾക്കും അവരുടെ നിലപാടിനുമെതിരിൽ പല രീതിയിലുള്ള വിപരീത രീതിയിലുള്ള വിമത ചിന്തകൾ, അത്തരത്തിലുള്ള ചർച്ചകൾ വ്യാപിപ്പിക്കും. ഇങ്ങനെയൊക്കെ കാതലായ മുസ്ലിം ഉമ്മത്തിന്റെ
ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരുമയുടെയും അതിന്റെ ശക്തിയും തളർത്ത് കളയുന്ന രീതിയിലുള്ള ചിന്തകൾ പലതും കടന്നു വരും. അതിനൊക്കെ ഒരുപാട് മനുഷ്യരെ വശീകരിക്കുന്ന വർത്തമാനങ്ങളും പല രീതിയിലുള്ള സന്ദേശങ്ങളും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുന്നുണ്ട്, വമിനൻ നാസി മൻ യുഅജിബുക ഖൗലുഹു ഫിൽ ഹയാത്തിദ് ദുനിയ. ജീവിതത്തിൽ പല രംഗത്തും അത്ഭുതം തോന്നുന്ന, നിന്നെ ആകർഷിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ ചിലരിൽ നിന്ന് നിനക്ക് കേൾക്കാൻ സാധിക്കും. വയഷ്ഹദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി. അല്ലാഹനെ വേണമെങ്കിൽ സാക്ഷി നിർത്തിക്കൊണ്ടൊക്കെ പറയും, വലിയ വായിൽ സംസാരിക്കും. എന്നിട്ടോ വഹുവ അലദ്ദുൽ ഖിസാം. എന്നാൽ വസ്തുതകളിലേക്ക് വരുമ്പോൾ കുതർക്കങ്ങളുമായി, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാദഗതികളുമായിട്ടായിരിക്കും സമീപിക്കുക, മുന്നോട്ട് വരിക. വൈദാ തവല്ലാ സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ. എന്നാൽ വേറിട്ട് കഴിഞ്ഞാലോ, അവരുടെ പാട്ടിന് പോകുമ്പോൾ പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ, സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളായിരിക്കും അവരിൽ ഉണ്ടാവുക. കുടുംബ ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, സമാധാന അന്തരീക്ഷം, നാട്ടിലെ അച്ചടക്കത്തിന്റെയും അനുസരണത്തിന്റെയും ശീലങ്ങൾ, ഇതിനെയൊക്കെ തകർത്ത് കളയുന്ന രീതി അവരിൽ കാണാൻ സാധിക്കും. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അത്തരം കുഴപ്പങ്ങളെയൊന്നും, യാതൊരു കുഴപ്പത്തിന്റെ ഒരു നിസ്സാര അംശത്തെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. മുസ്ലിം ഉമ്മത്ത് അതിനോട് സഹകരിക്കാനോ സാരമില്ല എന്ന് വിചാരിക്കാനോ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാറിയ ചുറ്റുപാടിൽ കടന്നുകൂടുന്ന, കലർന്നു വരുന്ന പല രീതിയിലുള്ള ചിന്തകളും പരിഷ്കാരങ്ങളും ശീലങ്ങളും, അതിൽ നിന്നെല്ലാം അടിസ്ഥാനപരമായ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക്, ഇസ്ലാമിന്റെ സന്ദേശത്തിലേക്ക് നമ്മുടെ ചിന്തയെ, നമ്മുടെ ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, അവരുടെ കാര്യങ്ങളിലെല്ലാം അവരൊറ്റയ്ക്ക് നിൽക്കുന്നുവോ, കൂട്ടത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ, അവർക്ക് സ്വകാര്യതകൾ ഇഷ്ടമാണോ, ഇതൊക്കെ ആലോചിക്കേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ്. കൂട്ടത്തിൽ നിൽക്കണം, അല്ലാതിരുന്നാൽ അവരെ ചെന്നായ പിടിച്ചു പോകും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെയും ആത്യന്തികമായ രക്ഷയുടെയും ഇഹത്തിലും പരത്തിലുമുള്ള മോക്ഷത്തിന്റെയും ആശയത്തിൽ, സന്ദേശത്തിൽ, സംസ്കാരത്തിൽ, സ്വഭാവത്തിൽ ഉറച്ചു നിൽക്കുവാൻ, അങ്ങനെ വിജയം വരിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنة يا رب العالمين. اللهم احفظ دولة الإمارات وتولها برعايتك يا رب العالمين. اللهم احفظ بحفظك شيوخ الإمارات والقادة المؤسسين. اللهم ارحم الشيوخ وسائر شيوخ الإمارات الذين انتقلوا إلى رحمتك، وادخلهم بفضلك فسيح جناتك، واشمل شهداء الوطن برحمتك يا أرحم الراحمين. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، اذكروا الله العظيم الجليل يذكركم، واشكروه على نعمه يزدكم، وأقم الصلاة.